ശേഷം നമുക്ക് അടപ്പ് വെച്ചിട്ട് ശരിക്കും ടൈറ്റായിട്ട് അടയ്ക്കാം. ഇതിന് പകരം നമുക്ക് പ്ലാസ്റ്റിക് റാപ്പ് ആയാലും മതി. ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രീസറിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിയ ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മാംഗോ ഐസ്ക്രീം. ഇതൊന്നെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വീടുകളിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെ പാർട്ടികൾക്കോ ഹോം മെയ്ഡ് ഐസ്ക്രീം ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം